നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 232ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത കഥക് നർത്തകി കുമുദിനി ലാഖിയയെ കുറിച്ചിട്ടാണ്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ അവാർഡുകൾ നേടിയ നർത്തകി. അവരെ ഞാൻ കാണുന്നതും സംസാരിക്കുന്നതുമെല്ലാം 19/10/1988 സൂര്യ ഫെസ്റ്റിവൽ വെച്ചിട്ടാണ് അവരെ കാണുന്നതും അവരുടെ ചടുലമായ കഥക് എന്ന ഡാൻസ് കാണുന്നതും ആസ്വദിക്കുന്നതും എല്ലാം. അവരും അവരുടെ ട്രൂപ്പിനെയും കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം വിദേശത്ത് വെച്ച് അവരുടെ കഥയ്ക്ക് ഡാൻസ് കണ്ടുവെങ്കിലും സംസാരിക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല. പക്ഷേ ആദ്യ സമാഗമം മനസ്സിൽ പരത്തുന്ന ഓർമ്മകൾ വളരെ വലുതാണ്. അവരെക്കുറിച്ച് പറയുമ്പോൾ ഓടിയെത്തുന്നത് വിനയം. നൃത്തമെല്ലാം കഴിഞ്ഞ് അവർ വേദിയിൽ നിന്നും പുറകിലേക്ക് വരുമ്പോൾ ഒരുപാട് പേർ തിരക്കിട്ട് അവരുടെ ഫോട്ടോകൾ എടുക്കാൻ, ഫ്ലാഷിൻ്റെ മിന്നൽ പ്രളയമായിരുന്നു അപ്പോൾ. അതെല്ലാം കഴിഞ്ഞ് ഞാനും എന്നോടൊപ്പമുള്ള ഫോട്ടോഗ്രാഫറും അവരൊക്കെ ചെന്ന് കണ്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞാൻ അല്പം വെള്ളം കുടിച്ചിട്ട് വരട്ടെ, സംസാരിക്കാം, നിൽക്കൂ, പോകരുതേ എന്ന് പറഞ്ഞ് അകത്തുപോയി ഡ്രിങ്ക്സ് കുടിച്ചിട്ട് വന്ന് ചോദിക്കൂ, പറയൂ എന്നൊക്കെ പറഞ്ഞ് അവരുമായിട്ട് സംസാരിച്ചു. എത്രയോ കൊല്ലത്തെ അതികഠിനമായ പരിശ്രമവും അതിൻ്റെ വിജയവും ഒക്കെ അവർ പറയുകയുണ്ടായി ഒരു 10-15 മിനിറ്റ് നേരത്തെ സംഭാഷണത്തിനിടയിൽ. കാലത്തിൻ്റെ യവനികയിൽ മറഞ്ഞുപോയെങ്കിലും 2025 മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്നാണ് എൻ്റെ അറിവ്, അവർക്ക് പത്മവിഭൂഷൺ ബഹുമതി കൊടുക്കുകയുണ്ടായി. കലാകാരി എന്നുള്ള അർത്ഥത്തിൽ അവരുടെ മികവ് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. അത്ര ഗംഭീരമായിരുന്നു. അതേക്കുറിച്ച് ഞാൻ പറയുന്നു എൻ്റെ